ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടെ ദൈവവചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവ് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. ഇന്നും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യത്തോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ എന്നെഴുതിയിരിക്കുന്ന ദൈവവചനപ്രകാരം അഖിലാണ്ട സൃഷ്ടാവായ, എപ്പോഴും നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ വഴി പറഞ്ഞു തന്നെ നടത്തുന്ന മഹാദൈവത്തിന്, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരനുമായ നമ്മുടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും കരയറ്റിക്കൊണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവമായ കർത്താവ് എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തെ ആധാരമാക്കി ചില കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്കായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം. എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ആലോചനയിലും ദുശാഠ്യത്തിനും നടന്ന് മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ പോയി കളഞ്ഞു. മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ പോയി കളഞ്ഞു. ഇസ്രായേൽ മക്കളുടെ ഒരുപാട് പോരായ്മകൾ, ചെറുതും വലുതുമായിരിക്കുന്ന ഒത്തിരി തെറ്റുകൾ ഈ യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അവരെ ഓർപ്പിക്കുന്നുണ്ട്. അവർക്കത് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് വലിയ കഷ്ടവും പ്രയാസവും ഉപദ്രവവും യിരെമ്യാവ് സഹിക്കേണ്ടി വന്നു. അതങ്ങനെയാണ് ലോകം. കുറ്റം അല്ലെങ്കിൽ പോരായ്മ, കുറവുകൾ അവർ നശിക്കാനുള്ള കാരണം ഇത് തുടർമാനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമുക്കും ഒരു വിഷമമാണ്. എനിക്കും തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ, ഇയാൾ എപ്പോൾ എഴുന്നേറ്റ് നിന്നാലും ഈ കുറ്റം മാത്രമേ പറയാനുള്ളൂ, ഈ പോരായ്മ മാത്രമേ പറയാനുള്ളൂ. മനഃപൂർവ്വമായിട്ട് അങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ കാണും. എന്നാൽ യിരെമ്യാ പ്രവാചകൻ അങ്ങനെ ജനിച്ചതേ കുറ്റം പറയാനല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മനസ്സ് നല്ലതാണ്. അദ്ദേഹം പലപ്പോഴും നന്മ പറയാൻ ആഗ്രഹിക്കുകയും ദൈവത്തോട് അദ്ദേഹം വിലപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെ എന്തിനാ ഇങ്ങനെ ശത്രുക്കളുടെ മുമ്പാകെ ഒരു കുഞ്ഞാടനെ ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം വിലപിച്ചിട്ടുണ്ട്. ഞാൻ ആരുടെയും കളിക്കാരുടെ കൂടെ ഇരുന്നിട്ടില്ല, ഞാൻ മോശമായതൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും എന്നെ കൊണ്ട് ഇത് തന്നെയാണല്ലോ പറയിപ്പിക്കുന്നതെന്ന്. എന്തോ ചെയ്യാനാ? മുമ്പിലിരിക്കുന്ന ആളുകൾ അഥവാ ഇസ്രായേൽ തെറ്റിനോട് തെറ്റു മാത്രമാണ് കൂട്ടുന്നതെങ്കിൽ ദൈവം ഒരിക്കലും മുഖപക്ഷം കാണിച്ച് അത് മറച്ചു വയ്ക്കുന്ന ദൈവമല്ലല്ലോ. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. എന്താണെങ്കിലും യിരെമ്യാ പ്രവചനത്തിനകത്ത് ഒരുപാട് പ്രാവശ്യം ഇസ്രായേലിൻ്റെ ഒരുപാട് തരത്തിലെ കുറ്റങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എഴുതിയിട്ടുണ്ട്. ഈ വാക്യത്തിലെ പ്രധാന പ്രമേയം ഇതാണ്. അതുതന്നെയാണെന്ന് നമ്മൾ ഈ സന്ദേശത്തിന് തലക്കെട്ടായി കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണല്ലേ? മുമ്പോട്ടല്ല പുറകോട്ട് തന്നെ പോയി കളഞ്ഞു. അവർ നടക്കുന്നുണ്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഒരു സ്ഥലത്ത് കിടക്കുകയല്ല, സ്റ്റക്കായി നിൽക്കുകയല്ല, പങ്കായം താത്തി വെച്ചിട്ട് കായലിൽ ചുമ്മാ കിടക്കുന്ന കളിവള്ളം പോലെ അവർ കിടക്കുകയല്ല. നാളുകളായിട്ട് മുമ്പോട്ട് തുഴയുന്നുണ്ട്, മുമ്പോട്ട് നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. പക്ഷേ മുമ്പോട്ട് നടക്കുമ്പോഴും പുറകോട്ട് പോവുക. നടന്നാലും എങ്ങും എത്തുന്നില്ല. അങ്ങനൊരു സ്ഥിതി ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേർക്ക് ഉണ്ട്. ദൈവമക്കളെ, ഉണ്ട്. കൂടെ നടന്നവരൊക്കെ ഒരു കരപറ്റി, കൂടെ ജീവിച്ചവർ, സ്വന്തം സഹോദരങ്ങൾ, അവരൊക്കെ ഒരു സ്ഥാനത്തെത്തി. അവരുടെ പിള്ളേരുമൊക്കെ വേണ്ടുമണ്ണൊക്കെ എത്തിപ്പിടിക്കേണ്ടടുത്ത് എത്തിപ്പിടിച്ചു. ഇന്ന് ചിലരൊരുപാട് കരഞ്ഞും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഒക്കെ നടന്നിട്ടും അവരുടെ കണക്ക് മൊത്തം നോക്കുമ്പോൾ മുമ്പോട്ടല്ല പുറകോട്ടത്രേ. ആ വാക്കെന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു ദൈവമക്കളെ. മുമ്പോട്ടല്ല പുറകോട്ടത്രേ. ദൈവത്തിൻ്റെ എല്ലാ പരിപാടികളും, ദൈവം ഒരാളെ വിളിച്ചു വരുത്തിയാൽ, ദൈവം ഒരാളെ നടത്താൻ തുടങ്ങിയാൽ അവർ മുമ്പോട്ടാണ് പോകുന്നത്. ദൈവം ഒരിക്കലും ഒരാളോടും പുറകോട്ട് ഓടിക്കോ എന്ന് പറയാറില്ല. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ പോലും ഞാൻ എപ്പോഴും ഓർക്കാറുള്ളതാ, എൻ്റെ പ്രസംഗത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി വരാറുള്ളതാ. ഇസ്രായേൽ ചെങ്കടൽ തീരത്ത് വന്നപ്പോഴൊക്കെ മോശ ദൈവസന്നിധിയിൽ
കരയുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഇനി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമില്ല. അവർ പറഞ്ഞു, മിസ്രയീമിൽ ശവക്കുഴിയുണ്ട്, അവിടെ ഞങ്ങൾക്ക് ആഹാരമുണ്ട്, ഞങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ, ഈ വഴിക്ക് എന്തിനാ കൊണ്ടുവന്നേ എന്ന് ചോദിച്ചവർ പുറകോട്ട് പോകാൻ, മിസ്രയീമിലേക്ക് പോകാൻ മനസ്സ് വെച്ചപ്പോൾ ദൈവം ഒന്ന് ഷൗട്ട് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞത് മോശയോട്. വടിയെടുത്ത് കടൽ പിളർന്നിട്ട് ഇസ്രായേൽ മക്കളോട് മുന്നോട്ട് പോകാൻ പറ, മുന്നോട്ട് പോകാൻ പറ. ഞാൻ ദൈവത്തെ മനസ്സിലാക്കിയിടത്തോളം, ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കിയിടത്തോളം, ദൈവം എപ്പോഴും മുന്നോട്ട് 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 എന്ന ആശയക്കാരനാണ്. തൻ്റെ ആളുകളെ മുന്നോട്ട് തന്നെ നടത്തുന്നവനാണ്. പുറകോട്ട് നടത്തേണ്ട ഒരു ഗതികേടോ പുറകോട്ട് നടത്തുന്ന ഒരവസ്ഥയോ ദൈവത്തിന് ഉണ്ടായിട്ടില്ല. വഴി തെറ്റിയല്ലേ എന്നോട് എത്രയോ പ്രാവശ്യം, ഞാൻ ഈ കൺവെൻഷനും മീറ്റിങ്ങിനൊക്കെ പോകുന്ന ആളാണ്. ഇപ്പം നമ്മൾ ഈ ലൊക്കേഷൻ മാപ്പൊക്കെ ഇട്ട് പോയാലും ചിലപ്പോൾ പുറകിലെ വഴി കൂടെ ഇടവഴി കൂടെയൊക്കെ സംഭവം കയറ്റിവിടും. അപ്പോൾ ഒന്നുമല്ലാത്തിടത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, സാറേ ഞാനിവിടെ വരെ എത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെയാണല്ലോ, ഇനി അങ്ങോട്ട് പോകാൻ വണ്ടി പോകും തോന്നില്ലല്ലോ. അയ്യോ, അപ്പോൾ എൻ്റെ സാറേ പുറകോട്ട് വാ, പുറകോട്ട് വാ, പുറകോട്ട് വാ. നമുക്ക് അറിവുകേടുള്ളത് കൊണ്ട്, നമുക്ക് ബലഹീനതയുള്ളത് കൊണ്ട്, നമുക്ക് തെറ്റിപ്പോകുന്ന സ്ഥിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഇടവഴി കൂടെ കയറി എങ്ങോട്ടും പോയിട്ട് പുറകോട്ട് വാ, പുറകോട്ട് വാ എന്ന് പറയുന്നത്. ദൈവത്തിനൊരിക്കലും അറിവുകേടില്ലാത്തത് കൊണ്ട് ദൈവം നയിക്കുന്നവരെ, അയ്യോ തെറ്റിപ്പോയി മോനെ, അപ്പുറത്തെ വഴി കൂടെ ആയിരുന്നു, പുറകിൽ നിന്നായിരുന്നു തിരിയണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് പുറകോട്ട് വാ എന്ന് പറയേണ്ട ഒരു സ്ഥിതി നമ്മുടെ ദൈവത്തിനില്ല. ദൈവമക്കളെ, പിന്നെ ഇവരെത്ര നടന്നിട്ടും എന്താ മുന്നോട്ട് പോകാത്തേ? ഇവർ പുറകോട്ട് പോകുന്ന എന്താ? സാമ്പത്തികം, വിദ്യാഭ്യാസം, കുടുംബം, സന്തോഷം, എല്ലാം പുറകോട്ട്. പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം പുറകോട്ട്, പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം പുറകോട്ട്. എന്താ ഇത്? മുമ്പോട്ടല്ലേ പോകേണ്ടത്? ചവിട്ടുപടികൾ ചവിട്ടിക്കയറുന്ന പോലെ കയറി അങ്ങോട്ടല്ലേ പോകേണ്ടത്? വെച്ചടി വെച്ച് കയറിയല്ലേ പോകേണ്ടത്? പകരം ഇവരെ പുറകോട്ട് നടക്കുന്നു. ഇവർ മുമ്പോട്ടല്ല, പുറകോട്ട് തന്നെ പൊയ്ക്കളഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാരണം 2-3 കാരണങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടുത്തെ മാത്രം നമുക്ക് നോക്കാം കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ. 2 കാര്യം അവിടെ എഴുതിയിരിക്കുന്നു. മുമ്പോട്ട് പോകണമെങ്കിൽ അനുസരിക്കണം. മുമ്പോട്ട് പോകണമെങ്കിൽ അനുസരിക്കണം. എന്നാ അനുസരിക്കണം? ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കണം. 2, മുന്നോട്ട് പോകണമെങ്കിൽ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതെ പോയവനെല്ലാം വഴിതെറ്റിയിട്ടുണ്ട്. ചുമ്മാ ഡീസൽ കത്തിച്ച് തീർത്ത് അവസാനം ചെല്ലേണ്ടവരൊക്കെ ചെല്ലേണ്ടത്ത് ചെന്നിട്ടും എത്തേണ്ടിടത്ത് എത്താതെ പോയിട്ടുണ്ട് ശ്രദ്ധിക്കാതെ. ഈ കല്യാണത്തിനൊക്കെ ദൂരയാത്ര വാഹനത്തിൽ പോകും. 3-4 വണ്ടിക്കാരാണ് പണ്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇനി സമയമുണ്ട് 10 മണിക്ക് എന്നാൽ പോരെ, ഇത് ഞാൻ എന്നും സ്ഥിരം പോകുന്ന വഴിയാണെന്നൊക്കെ പറഞ്ഞ് ചില മൂപ്പരാന്മാർ വാചകം അടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടെ പോകും, മറ്റവരുടെ കൂടെ പോവുകയില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാലും ചില ആളുകൾ എത്തിയാൽ എത്രയോ സംഭവങ്ങൾ, ഞാനൊരു പാസ്റ്ററല്ലേ, പലരെയും കൂട്ടി ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ളതല്ലേ, എനിക്ക് തന്നെ അനുഭവമുണ്ട്. ശ്രദ്ധിക്കണം. മുമ്പേ പോകുന്ന ആളുകളെ പോകേണ്ടെന്ന വഴി കൂടെ ആണോ, ഞാൻ ശരിയായ മാർഗത്തിലാണോ പോകുന്നത്, ഞാൻ ശരിക്കും സത്യത്തിലാണോ ആരാധിക്കുന്നത്, എൻ്റെ പ്രാർത്ഥന ശരിയാണോ, എൻ്റെ ഹൃദയം നന്നായിട്ടാണോ ഇരിക്കുന്നത്, ഞാൻ ദൈവത്തെയും ദൈവത്തിൻ്റെ മനുഷ്യരെയും ഒക്കെ ഏത് രീതിയിലാണ് കാണുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കണം ദൈവമക്കളെ. ശ്രദ്ധിക്കാതെ ചുമ്മാ ഒരു വേദപുസ്തകം മേടിച്ച് കയ്യിൽ വെച്ചിട്ട് പാട്ടുപുസ്തകം മേടിച്ചിട്ട് അങ്ങ് ഓടുന്നതല്ല. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ മാർഗം, എത്രയോ കാര്യങ്ങൾ വചനത്തിൽ എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ വെറുതെ നോക്കുകയല്ല, ശ്രദ്ധിച്ചു നോക്കുകയും. ശ്രദ്ധിക്കുക എന്ന വാക്ക് ബൈബിളിലെ പ്രത്യേകതയുള്ള വാക്കാണ്. ശ്രദ്ധിക്കാതെ ആത്മീക ജീവിതം നയിച്ചവരെല്ലാം മുമ്പോട്ടല്ല പുറകോട്ടേ പോയിട്ടുള്ളൂ. ഈ 3-ാമത്തെയും 4-ാമത്തെയും കാര്യം കൂടി അവിടെ എഴുതിയിട്ടുണ്ട്, പറയട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന: ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ആലോചനയിലും ദുശാഠ്യത്തിലും നടന്നു. നമ്മുടെ സ്വന്തം ഹൃദയം അത്ര നല്ല ഹൃദയമൊന്നുമല്ല. ആ ഹൃദയത്തിൻ്റെ ആലോചന, തന്നിഷ്ടമെന്ന് കാരണവന്മാർ പറയും, ചില ആൾക്കാർ പറയും. ഭയങ്കര തന്നിഷ്ടക്കാരിയായി പെണ്ണ്, എന്ത് പറഞ്ഞാലും അവക്കടെ ഇഷ്ടം നടക്കത്തുള്ളൂ. ആർക്ക് പോയി എത്ര നടന്നാലും എൻ്റെ പൊന്നു മോളെ പുറകോട്ടേ പോവുള്ളൂ.
വിവരമുള്ളവർ പറയുന്നത് കേൾക്കണം. വേദപുസ്തകം വിശ്വസിക്കുന്നവർ പറയുന്നത് കേൾക്കണം. സത്യം അറിഞ്ഞവർ, ദൈവത്തെ അനുഭവിച്ചവർ പറഞ്ഞത് കേൾക്കണം. അതുകൊണ്ട് നിൻ്റെ ഹൃദയത്തിൽ തന്നിഷ്ടം കൊണ്ട് പോകരുത്. ആരാണ്ടും പറഞ്ഞ് തെറ്റിലകപ്പെട്ട് പോകരുത്. ഇത് മൂന്നാമത്തത്. നാലാമത്തത് അവിടെ എഴുതിയിരിക്കുന്നത് ദുശാഠ്യം. ദുശാഠ്യത്തിൻ്റെ പ്രത്യേകം എന്നറിയാമോ? മറ്റത് അറിവുകേട് കൊണ്ടും വിവരക്കേട് കൊണ്ടും ഞാനിങ്ങനെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് പോകുന്നതാണ്. മറ്റേത് ഈ അറിവുകേടാ കൊണ്ട് സംഭവിക്കുന്നത്. സ്വന്തം ഹൃദയത്തിലെ ആലോചന. ദുശാഠ്യം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? അറിഞ്ഞിട്ടും ചെയ്യുകയല്ല ശാഠ്യം. വിഗ്രഹം ഉണ്ടാക്കരുത്, അതിനെ ആരാധിക്കരുത്, നമസ്കരിക്കും. പച്ചപ്പാല് പോലെ അറിയാം ഈ സാധനം. ചുമ്മാ ദുശാഠ്യം. ഞങ്ങളങ്ങനെ പോയി അവിടെ നിൽക്കുന്നല്ലേ ഉള്ളൂ. ആർക്ക് പോയി? പുറകോട്ട് പോകാം. സത്യത്തിൽ ഓർത്ത് നോക്കി, എന്നാ വലിയ കുടുംബമായിരുന്നു. ഇപ്പോൾ വന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന സ്ഥിതിയായോ? ഒന്നാന്തരം ആൺതരി ഒന്നുമല്ലാതെ പെട്ടുപോയില്ലേ? എത്ര കാലമായി ദൈവം പറയുന്നു, നിൽക്കണ്ടാത്തടത്ത് നിൽക്കാതിരിക്കാം അമ്മാമ്മേ. അറിയാൻ വയ്യാത്ത കേസല്ലല്ലോ, നിങ്ങൾ സത്യമറിഞ്ഞതല്ലേ. പിന്നെ ആരോടാ ഈ ദുശാഠ്യം കാണിക്കുന്നത്? മെരുക്കമില്ലാത്ത പശുക്കിടാവിനെ പോലെ എത്ര കാലമായി മുമ്പോട്ട് പോക്ക് നടക്കുന്നുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റിയോ? ചുറ്റുവട്ടത്തുള്ള, ഞാനൊരു വാക്ക് പറയുമ്പോൾ ദേഷ്യം തോന്നരുത്, ചുറ്റുവട്ടത്തുള്ള അന്യദൈവങ്ങളെ ആരാധിക്കുക. അവർക്ക് വിവരമില്ല, അല്ലെങ്കിൽ അവരാ കാര്യം ചിന്തിക്കുന്നില്ല. അവരുടെ പിള്ളേർ പോലും ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എൻ്റെ പൊന്നെ, പ്രാർത്ഥനയും കൂട്ടായ്മയും ഉപദേശിമാരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ വെച്ചും വിളമയും കൊടുത്തിട്ട് എന്തിയും മുന്നോട്ട് പോകാതിരുന്നേ? കിടക്കുന്നിടത്ത് വട്ടം കറങ്ങിപ്പോയ എന്താ? പുറകോട്ടായിപ്പോയില്ലേ? സാമ്പത്തികം, ആത്മീകം, കുടുംബശ്രേഷ്ഠത, മക്കളുടെ വിദ്യാഭ്യാസം, പെട്ടെന്നുണ്ടായ രോഗം, പ്രയാസം എല്ലാം കൂടി പുറകോട്ടടിച്ചില്ലേ? അതുകൊണ്ട് അരുത്. ഇന്നും ഞാൻ പറയുന്നു, അരുത്. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, ദുശാഠ്യം കാണിക്കരുത്, അനുസരണക്കേട് കാണിക്കരുത്, ശ്രദ്ധിക്കാതെ പോകരുത്. ഈ കാര്യത്തെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത് അനുസരിച്ച് കേട്ട് വചനപ്രകാരമോ എന്ന് പരിശോധിച്ച് മാത്രം ഇനി അവസരമുണ്ട്. പുറകോട്ട് പോകാതെ നമുക്ക് മുന്നോട്ട് പോകാം. ബിസിനസ്, ആത്മീകം, ശുശ്രൂഷ, കുടുംബജീവിതം, കുഞ്ഞുങ്ങൾ, ഇതെല്ലാം മറ്റുള്ളവരുടെ നടുവിൽ പുറകോട്ട് പോയി എന്ന് പറയിപ്പിക്കല്ലേ. ഇത്രയായില്ലേ? ബാക്കിയൂടെ അങ്ങ് അനുസരിക്കുക. ദുശാഠ്യം വിട്, വചനമനുസരിക്കുക. മുമ്പോട്ട് പോകാൻ നമുക്ക് വിജയിക്കാം. ദൈവത്തെ അനുസരിക്കാം. സ്നേഹത്തോടെയാണ് ദൈവം ഇത് പറയുന്നതായിട്ട് എൻ്റെ ശബ്ദം ഉപയോഗിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഇത് ദൈവം പറയുന്ന ചിലരോട് എൻ്റെ ശബ്ദവും എൻ്റെ വാക്കും ഉപയോഗിക്കുന്നെന്നുള്ളൂ. ദൈവമക്കളെ, ദൈവത്തെ വിശ്വസിക്കുക, ദുശാഠ്യം കാണിക്കരുത്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്തൊക്കെ ചെയ്തിട്ടും മുമ്പോട്ട് പോകാൻ പറ്റാതെ കടത്തിൽ നിന്ന് കടത്തിലേക്കും ഞെരുക്കത്തിൽ നിന്ന് ഞെരുക്കത്തിലേക്കും, ജപ്തിയും കടവും രോഗവും പ്രയാസവും മാനസിക സമ്മർദ്ദവും അപമാനമൊക്കെയായി പുറകോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് കേട്ടിട്ട് വിഷമം തോന്നരുതേ. അവർ രക്ഷപ്പെടട്ടെ അപ്പാ. ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനൊന്ന് സഹായിച്ചേക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ഞാനിവരൊക്കെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.